നമസ്കാരം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും നമ്മൾ ഏറ്റവും കേട്ട ഒരു രാഷ്ട്രീയ വാക്കുണ്ട്, ഹൈക്കമാൻഡ്. ഹൈ എന്നാൽ ഉയർന്ന, കമാൻഡ് എന്നാൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്ന കേന്ദ്രം. പട്ടാളത്തിൽ സുപ്രീം കമാൻഡ്, സദേൺ കമാൻഡ് എന്നൊക്കെയുണ്ട്. ഇത് കണ്ടു നോക്കൂ. പണിക്ക് പോകാൻ ആലുവ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ നിൽക്കുന്ന ബംഗാളിയെ പോലെ പാർലമെൻറ്റ് മന്ദിരത്തിന് മുമ്പിൽ നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ഹൈക്കമാൻഡ്. ഇതാണ് സമ്പൂർണ്ണ ഹൈക്കമാൻഡ്. മൂന്ന് പേർക്കും കൂടി സ്വന്തം സംസ്ഥാനമായ UP-യിൽ കിട്ടിയത് 403-ൽ 2 സീറ്റ്. അവരാണ് 140-ൽ 63 സീറ്റ് നേടിയ കേരളത്തിൽ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്. കൂടിയ സാധനമായ ഹൈക്കമാൻഡിന് എപ്പോഴും കേരളത്തിൽ വരിക എന്നുള്ളത് നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന് കേരളത്തിൽ ഒരു പ്രതിനിധിയുണ്ട്. ഇതാണ് ആ പ്രതിനിധി. ഈ പ്രതിനിധി ബംഗാളിയാണ്. ബംഗാളിലും UP-യിലെ പോലെ കോൺഗ്രസിൻ്റെ സ്ഥിതി അതിദയനീയമാണ്. 294-ൽ 2 സീറ്റാണ് ഇപ്രാവശ്യം കിട്ടിയത്. എങ്ങനെയുണ്ട് ഹൈക്കമാൻഡ്? ഈ വീഡിയോ ശ്രദ്ധിക്കുക. I express my gratitude towards Congress President Rahul ji. They have taken a decision with the blessings of Madam Sonia ji. I am very grateful to them. ഈ പ്രസ്താവന കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അപമാനിക്കുന്നത്. ഇതിലേറ്റവും വലിയ തമാശ എന്തെന്നാൽ ഹൈക്കമാൻഡിനും ജയിക്കണമെങ്കിൽ കേരളത്തിൽ വരണം. ബൈ. നന്ദി.